ഫ്രണ്ട്സ്, അപ്പോൾ അതായത് ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ അതായത് ഞങ്ങൾ രാവിലെ തന്നെ എന്താ പറമ്പിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഉമ്മ പറമ്പിൽ എന്തൊക്കെയോ പറിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അമ്മമ്മ അതാ മുളകൊക്കെ പറിക്കാൻ കേട്ടോ. ഞാനും ഉമ്മീനും ചിന്നും ഞങ്ങൾ എല്ലാവരും കൂടി ആ പറമ്പിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അമ്മമ്മേൻ്റെ കൂടെ. മാഷാ അല്ലാഹ് കുറേ മുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറിക്കണം. പിന്നെ ഇതൊക്കെ എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ, കുറേ സംഭവങ്ങളുണ്ട്. അമ്മമ്മ ഓരോന്നൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞൊക്കെ തരുന്നു കേട്ടോ. പിന്നെ ഇതാ വാഴയൊക്കെ കൊലച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ്. പിന്നെ അതൊക്കെ പലതരം മുളകുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പറിച്ച് വെച്ചതാണ്. പിന്നെ ഇത് കാവത്താൻ തോന്നുന്നുണ്ട്. ഇതൊക്കെ എന്തായിരുന്നു എന്ന് അമ്മമ്മ അപ്പം എനിക്ക് പറഞ്ഞു തന്നിരുന്നു കേട്ടോ. ഞാൻ മറന്നുപോയി. പിന്നെ അതായത് ഉമ്മച്ചിക്ക് തുളസി എടുത്ത് കൊടുക്കാൻ കേട്ടോ. ഈ പകുതി മുക്കാലും ഇപ്പോൾ പറിക്കണത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാട്ടോ. അത് അമ്മമ്മ തുളസിയൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ എന്താ പനിക്കൂർക്കയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ടൊന്നും ഇറങ്ങാറില്ല സാധാരണ. കറണ്ടൊക്കെ പോയപ്പോൾ ഒന്ന് ഇറങ്ങിയതായിരുന്നു. അതാ ഞങ്ങളെ തിരഞ്ഞു വന്നതാട്ടോ അവന്. ഞങ്ങളാരും അവിടെ കാണാഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതായിരുന്നു. ഇത് മഞ്ഞളായിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ മറന്നുപോയി. മഞ്ഞൾ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ അതായത് ചതുരപ്പുളി ഇരുന്നാട്ടോ പറയില്ല ഞങ്ങളിവിടെ. അതായത് ഇതവിടെ കാഴ്ച നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അങ്ങനെ അതാ ഞാനും ആൻറ്റി കൂട്ടിയിട്ടാണ് പറിക്കണത്. അപ്പോൾ ഇതാ പറിക്കുന്നുണ്ടെങ്കിൽ ഒരു കമ്പ് അത് ഒടിഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. പിന്നെ അമ്മമ്മ ചീത്ത ഒന്നും പറഞ്ഞില്ല. കാരണം അത് എന്താ മുറിച്ചിടാനുള്ളതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് എത്തണോടത്തുള്ള ചതുരപ്പുളിയൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു കേട്ടോ. പിന്നെ ഇത് വേറെ എന്തോ തരം മുളകായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആ പറമ്പിൽ നിന്ന് പോന്നു. ഇതൊക്കെ വീട്ടിൻ്റെ മുറ്റത്തുള്ളതാണ് കേട്ടോ ചെടികളൊക്കെ. പിന്നെ ഇതൊന്ന് പറിച്ച് കൊണ്ടുവന്നൊക്കെ ഇവിടെ വെച്ചതാട്ടോ. പിന്നെ പകുതി മുക്കാൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളത് തന്നെയാണ് കേട്ടോ. കുറച്ചേ അമ്മമ്മക്കുള്ളതുള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് മേലെ ടെറസിൻ്റെ മുകളിൽ കയറിയാൽ ഇതായി കശുവണ്ടിൻ്റെ മരമാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഒന്നും കായ്ച്ചിട്ടില്ല. ഒന്ന് കായ്ച്ചിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ, ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായതുകൊണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. നല്ല ഇഷ്ടമായി എനിക്ക്. അങ്ങനെ കാണാൻ എന്തോ ഒരു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ താഴെ നിൽക്കുന്നത് എൻ്റെ ആൻറ്റി ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ എന്തൊക്കെയോ ചെടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതാ ആ കാണുന്നതാട്ടോ പറമ്പ്. നമ്മൾ നേരത്തെ പോയ പറമ്പാണ് ആ കാണുന്നത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ നിന്നതിൻ്റെ മുകൾക്ക് ഒരു തട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അത് അവിടേക്ക് കയറിയതാണ് കേട്ടോ. നമ്മൾ നേരത്തെ താഴത്തുനിന്ന് കണ്ട കശുവണ്ടിൻ്റെ മരമാണ് ആ താഴെ കാണുന്നത്. ഇവിടെ മേലെ വന്നാൽ നല്ല വ്യൂ ആട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ച് വെയിലും കൂടി ആയാൽ നല്ല രസമാട്ടോ. ഇവിടെ വന്നിരിക്കാൻ വെയിലായാൽ പറ്റൂല കേട്ടോ. ചൂടേക്കാരം നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നല്ല രസമാട്ടോ ഇവിടെ എല്ലാവരും കൂടിയൊക്കെ വന്നിരിക്കാനൊക്കെ. പിന്നെ ഇത് അങ്ങനെ പറമ്പിലൊക്കെ കറങ്ങി വന്നതിന് ശേഷം എന്താ അപ്പോഴത്തേനൊക്കെ ഉച്ചയായിട്ട് ഞങ്ങൾ കുളിയും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഉച്ചയായി. അപ്പോൾ ഞങ്ങളിതാ ചോറൊക്കെ തിന്നു. പിന്നെ ഞങ്ങൾ പോലീസും കള്ളിനും കളിക്കാം കേട്ടോ. ഞങ്ങളതൊരു 3 കളി കളിച്ച് നിർത്തിയിട്ടോ. എന്തോ ഒരു രസമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നിർത്തി. പിന്നെ ഇതാ ഞങ്ങൾ ഉച്ചക്കൊന്ന് കിടന്നുറങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നു കേട്ടോ. ഞങ്ങളെ വീട്ടിൽ തന്നെ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.